വാട്സാപ്പ്, ടെലഗ്രാം, ചൈനയുടെ വിചാറ്റ് സേവനം എന്നിവയെ നേരിടാൻ ഇലോൺ മസ്കിന്റെ എക്സ് ഒരു പുതിയ മെസ്സഞ്ചറായ എക്സ് ചാറ്റ് പുറത്തിറക്കി. എക്സിലെ ഉപയോക്താക്കൾക്കായി സമർപ്പിത മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായി ആരംഭിച്ച എക്സ് ചാറ്റ് സേവനം പരീക്ഷിക്കാൻ കൂടുതൽ ഉപയോക്താക്കളെ ആകർഷിക്കുന്ന 2 സുരക്ഷാ സവിശേഷതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എക്സ് ചാറ്റിൽ ബിറ്റ്കോയിൻ സ്റ്റൈൽ എൻക്രിപ്ഷൻ, അപ്രത്യക്ഷമാകുന്ന സന്ദേശങ്ങൾ, ക്രോസ് പ്ലാറ്റ്ഫോം ഓഡിയോ, വീഡിയോ കോളുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ടെന്ന് ഇലോൺ മസ്ക് എക്സിലെ ഒരു ഔദ്യോഗിക പോസ്റ്റിൽ വെളിപ്പെടുത്തി. എക്സ് ചാറ്റ് ഉപയോഗിക്കുന്നതിന് നിങ്ങളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യേണ്ടതില്ല. അതില്ലാതെ നിങ്ങൾക്ക് സന്ദേശമയക്കൽ, ഓഡിയോ, വീഡിയോ, ഫയൽ പങ്കിടൽ തുടങ്ങിയവ ചെയ്യാൻ കഴിയും. എക്സ് ചാറ്റ് എക്സുമായി സംയോജിപ്പിച്ചിരിക്കുന്നു. നിലവിൽ എക്സ് ചാറ്റ് പരീക്ഷണ ഘട്ടത്തിലാണ്. വരും ദിവസങ്ങളിൽ ഇത് എല്ലാ ഉപയോക്താക്കൾക്കും ലഭ്യമാകും. വേഗതയും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ഭാഷയായ റസ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് എക്സ് ചാറ്റ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഇലോൺ മസ്ക് പറയുന്നു. ബിറ്റ്കോയിൻ പോലുള്ള ഒരു എൻക്രിപ്ഷൻ സംവിധാനവും ഈ ഭാഷയിൽ ഉപയോഗിക്കുന്നു. അതുവഴി എക്സ് ചാറ്റിന് സുരക്ഷിതമായ സന്ദേശമയക്കൽ, എൻക്രിപ്ഷൻ നൽകാൻ സാധിക്കും. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷന്റെ വ്യവസ്ഥ എക്സ് ചാറ്റിനെ വാട്സ്ആപ്പ്, സിഗ്നൽ, ടെലിഗ്രാം പോലുള്ള ജനപ്രിയ സന്ദേശമയക്കൽ ആപ്ലിക്കേഷനുകളുടെ അതേ നിരയിൽ നിർത്തുന്നു. വാട്സാപ്പിനെ ഓർമ്മിപ്പിക്കുന്ന നിരവധി സവിശേഷതകൾ എക്സ് ചാറ്റിലുണ്ട്. എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ, അപ്രത്യക്ഷമാകുന്ന സവിശേഷത, ഓഡിയോ, വീഡിയോ കോൾ സവിശേഷത, ഈ സവിശേഷതകളെല്ലാം വാട്സാപ്പിലുമുണ്ട്. എങ്കിലും നമ്പർ ഇല്ലാതെ പോലും എക്സ് ചാറ്റ് ഉപയോഗിക്കാൻ കഴിയും. എക്സ് ചാറ്റ് നിലവിൽ ബീറ്റ പ്രക്രിയയിലാണ്. പരിമിതമായ എണ്ണം ഉപയോക്താക്കൾക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ കഴിയൂ. പരീക്ഷണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ കൂടുതൽ ഉപയോക്താക്കൾക്ക് എക്സ് ചാറ്റ് ലഭ്യമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും കമ്പനി ഇതുവരെ ഒരു പ്രത്യേക ലോഞ്ച് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. എൻക്രിപ്ഷൻ ശേഷികൾ ഉൾക്കൊള്ളുന്ന ഈ ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് സേവനം മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള വാട്സാപ്പുമായി നേരിട്ട് മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. നിലവിൽ പരിമിതമായ സവിശേഷതകളുള്ള ഫ്രീ ടയർ ഉപയോക്താക്കൾക്ക് എക്സ് ചാറ്റ് ലഭ്യമാക്കുമോ എന്ന് വ്യക്തമല്ല. അതിനാൽ ഇലോൺ മസ്ക് എക്സ് ആപ്പിനെ ദൈനംദിന ഉപയോഗത്തിനായി എങ്ങനെ മാറ്റാൻ പദ്ധതിയിടുന്നുവെന്നറിയാൻ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വരും.